ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും മോളും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കുറച്ച് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് വരെ വന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കരുനാഗപ്പള്ളിക്കുള്ള ബസ് കിട്ടുവേ. അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് ബസ് കയറി പോകാറുള്ളത്. പിന്നെ അനൂസും ഞാനും കൂടെ കുറേ നേരം അവിടെ പോസ്റ്റായി കേട്ടോ. അതിനുശേഷം അനൂസ് എന്തൊക്കെയോ എന്നോട് പറയും. അപ്പം ഞാൻ ഹായ് പറയാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം ഒരു ബസ് വന്നു കേട്ടോ. അപ്പം തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ കയറിയപ്പോഴേ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന്. അപ്പോൾ അത് അനൂസ് കമ്പിയിലൊക്കെ പിടിച്ച് ബസ് യാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അനൂസിന് ഉടനെ ഇറങ്ങണം. അതുകൊണ്ട് അവളുടെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ അങ്ങനെ ഞങ്ങളിതാ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്ന്. ഞാനവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ ബസ്സൊന്നും കിടപ്പില്ലായിരുന്നേ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഒരു ബസ് വന്നു കേട്ടോ. പിന്നെ അത് ബോർഡൊക്കെ മാറ്റിയപ്പോഴത്തേനും ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. ആ ബസ്സും അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ ബസ്സിൽ കയറിയിരുന്നു. 12:30 കഴിഞ്ഞപ്പോഴത്തേനും ആ ബസ് എടുത്ത് കേട്ടോ. റോഡിലാണെങ്കിൽ നല്ല തിരക്കും പിന്നെ നല്ല പൊടിയുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് സ്ഥിരം വരാറുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ, കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രം. ഇപ്പം ഞങ്ങൾ കുറേ ആയി ഇവിടെ വന്നിട്ട്. അങ്ങോട്ട് പോകുന്ന വഴി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്നിരുന്ന് കൊട്ടാരക്കര സ്റ്റാൻഡിൽ കയറി. ഇവിടുന്ന് എനിക്ക് ആയൂരോ തിരുവനന്തപുരം ഒക്കെ ബസ് കിട്ടുവാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാവേ. അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ച് പോകുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര സ്റ്റാൻഡിലെത്തി. അവിടെ ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കയറി കേട്ടോ. സീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേന് അനൂസ് ചെറുതായിട്ടൊന്ന് മയങ്ങി വന്നേ. പക്ഷേ ഓട്ടോയിൽ കയറിയപ്പോഴത്തേന് അവൾ ഉണർന്ന്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാനൊരു ഓട്ടോയും വിളിച്ച് വീട്ടിലോട്ട് പോവുക. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീടെത്തി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നുകൊണ്ടേ നല്ല മത്തിക്കറി അവിയലും കൂട്ടി ചോറൊക്കെ കഴിച്ചേ. പിന്നെ പെൺപിള്ളേർ വീട്ടിൽ വന്ന ഒരു അരിപ്പുണ്ടല്ലോ, അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അയ്യത്ത് 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടെന്നറിഞ്ഞ്. അങ്ങനെ അതിനെ ഒന്ന് നോക്കാൻ പോയത് കേട്ടോ. എന്നെ കണ്ടതും കാട്ടിലോട്ട് കയറിപ്പോയി. എന്നിട്ട് അവിടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ പോയോന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ട് ചായയൊക്കെ ഇട്ട്. രാവിലെ തപ്പത്തിൻ്റെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അനൂസിന് വൈകിട്ട് അപ്പവും കൂടെ ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായയും അപ്പവും ഒക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ട് അവിടെ ഇരുന്നേ. സാധാരണ ബസ്സിൽ വരുമ്പോൾ അനൂസ് ഉറങ്ങുന്നതായിരുന്നു. ഇന്നൊന്ന് ഉറങ്ങി വന്നപ്പോഴത്തേന് വീടെത്തുകയും ചെയ്ത്. പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേന് അനൂസ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ പപ്പ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് പഴംപൊരിയൊക്കെ മേടിച്ചുകൊണ്ടുവന്നു. പിന്നെ കവറിൽ നോക്കിയപ്പോൾ ബിസ്ക്കറ്റും അങ്ങനെ പാലും ഒക്കെ. ഇത് പിന്നെ ചിക്കനായിരുന്നു കേട്ടോ. ഞാൻ വന്നതിൻ്റെ സ്പെഷ്യലായിട്ട് മേടിച്ചതാണ്. പിന്നെ അതൊക്കെ ഇരുന്ന് നോക്കി. ഇതായിരുന്നു കേട്ടോ ബിസ്ക്കറ്റ്. പിന്നെ ഞാൻ അതിൽ നിന്നും പൊട്ടിച്ച് 2 ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്ന്. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്ത് ഞങ്ങൾ ചോറും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.